ദൈവത്തിന്റെ പരിശുദ്ധ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. May the precious name of our Lord be glorified. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ആരാധനയിൽ ഞങ്ങൾക്കും കുടുംബമായി പങ്കാളികളായി തീരുവാൻ ദൈവം സഹായിച്ചോർത്ത് ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. I want to thank the Lord for this wonderful opportunity to join the Bethany family in a wonderful and blessed worship. ഇന്നത്തെ ചിന്തയ്ക്ക് ആസ്പദമാക്കി എഫേസ്യ ലേഖനം 5-ാം അധ്യായം അതിന്റെ കീ വാക്യമായിട്ട് 16-ാമത്തെ വാക്യം വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. For a brief meditation this morning, I'd like to focus on Ephesians chapter 5 and the key verse is verse 16. നാം ഇങ്ങനെയാണ് അത് വായിക്കുന്നത്. ഇത് ദുഷ്കാലമാകിയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊള്ളുവിൻ. The verse reads here, redeeming the time because the days are evil. വാസ്തവത്തിൽ മെസ്സേജിലേക്ക് കടക്കുന്നതിന് മുന്നമേ എൻ്റെ ഒരു അനുഭവ സാക്ഷ്യം അല്പസമയം പറയുവാനായിട്ട് കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. Before I deep dive into the message, I'd just like to share a small testimony of our testimony. എൻ്റെ പേര് സിജി വർഗീസ് എന്നാണ്. My name is Siji Varghese. ഞാൻ വാസ്തവത്തിൽ കൊല്ലം ജില്ലയിലെ അഞ്ചൽ ജനിച്ച് മർത്തോമ പശ്ചാത്തലത്തിൽ ജനിച്ച് വളർത്തപ്പെട്ട വ്യക്തിയാണ്. I was born in Kollam district and was brought up in a Marthoma family. 1996 ഏതാണ്ട് ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിപ്പാൻ ദൈവം ഇടയാക്കി തീർത്തു. That is 1996. 1996. I had the privilege of knowing the Lord as personal Savior. ഞാൻ ഏകനായിട്ടാണ് എൻ്റെ ഭവനത്തിൽ നിന്ന് വിശ്വാസ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. At that time, I was solely known the Lord personally in my family. മറ്റാരും വിശ്വാസത്തിൽ വന്നിട്ടില്ലായിരുന്നു. None other siblings or family members had come to know the Lord. ശേഷം 1998 കർത്താവിനെ ജലത്തിൽ സാക്ഷീകരിപ്പാനും സഹായിച്ചു. Following in 1998, I had the privilege of accepting the waters of baptism. ശേഷം ബൈബിൾ കോളേജിൽ പഠിക്കുന്നതിനും ദൈവവേലയിൽ വ്യാപൃതനാകുവാനും ദൈവം സഹായിച്ചുകൊണ്ടിരിക്കുന്നു. And following, I went to Bible school and did my Bible course and currently serving the Lord in His vineyard. ഞാൻ സെക്കൻഡറാബാദിലെ ഭാരത് ബൈബിൾ കോളേജിലാണ് എൻ്റെ BD കംപ്ലീറ്റ് ചെയ്തത്. I completed my BD in Secunderabad Bharat Bible College. അതിനുശേഷം എനിക്ക് നാട്ടിൽ വരുവാനും പ്രവർത്തനത്തിനുള്ള ബന്ധത്തിൽ സഹകരിപ്പാനും ദൈവം സഹായിച്ചുകൊണ്ടിരിക്കുന്നു. Following, I was able to continue the Lord's call in serving Him in Kerala. ഏതാണ്ട് 20 വർഷത്തോളമായി കൊട്ടാരക്കരയിൽ താമസിച്ച് ദൈവവേലയിലായിരിക്കുന്നു. It's been about 20 years I've been in Kottarakara and serving the Lord in His vineyard. കൊട്ടാരക്കര പുലമൺ ബ്രദറൻ സഭയോടുള്ള ബന്ധത്തിലായിരുന്നു കഴിഞ്ഞ വർഷം വരെയും ഞാൻ കർത്താവിനെ ആരാധിച്ചും ശുശ്രൂഷിച്ചും പോരുന്നത്. We have been in fellowship with Puliran Brethren Assembly until last year. എന്നാൽ അതിന് മധ്യത്തിൽ ഏതാണ്ട് ഒരു 8 വർഷം എനിക്ക് ബംഗാളിലെ ദൈവവേലയോടുള്ള ബന്ധത്തിൽ കുടുംബമായി കടന്നു പോകുവാൻ ദൈവം സഹായിച്ചു. In the midst of this, I had an opening from the Lord to serve Him in West Bengal. I was there for about 8 years. കൊട്ടാരക്കരയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ കുടുംബസ്ഥനായി തീരുവാൻ ദൈവം സഹായിച്ചു. While I was serving the Lord in Kottarakara, the Lord blessed us with a family. ഞാൻ കൊട്ടാരക്കരയിൽ കോയിപ്പുറം ബ്രദറൻ അസംബ്ലിയിലെ സുവിശേഷകന്മാർ ഇന്ന് കർത്തൃസന്നിധിയിൽ ചേർക്കപ്പെട്ട കർത്തൃദാസനായ MS ജേക്കബ് അദ്ദേഹത്തിന്റെ 2ാമത്തെ മോളെ വിവാഹം കഴിപ്പാനായിട്ട് ദൈവം സഹായിച്ചു. I had the privilege of marrying the second daughter of Brother MS Jacob from Koipuram Assembly, and she's my wife. ദൈവം 2 കുഞ്ഞുങ്ങളെ ദാനമായി നൽകി. The Lord has also blessed us with 2 precious children.
ബംഗാളിൽ ദുർഗാപൂർ എന്ന് പറയുന്ന സ്ഥലത്ത് കടന്നു പോകുവാനും അവിടെ പ്രവർത്തിപ്പാനും ദൈവം സഹായിച്ചു. While I was in West Bengal, I served the Lord in the district called Durgapur. അവിടെ ദൈവകൃപയാൽ ആശ്രയിച്ച് ഒരു കുടിവരവ് തുടങ്ങുവാനും അത് ഇന്നും നിലനിന്ന് പോകുവാനും ദൈവം സഹായിച്ചുകൊണ്ടിരിക്കുന്നു. The Lord used me to plant a church there, and that assembly is still moving forward by the glory by the grace of God. പേരൻസിന് വാർദ്ധക്യ സഹജമായ പ്രയാസങ്ങളാൽ ഭാരപ്പെട്ടത് കൊണ്ട് മടങ്ങി നാട്ടിലേക്ക് കടന്നു വരേണ്ടതായിട്ട് വന്നു. Due to my parents' old age difficulties, I had to return from West Bengal to Kerala. പിന്നെ പുലമൺ സഭയോടുള്ള ബന്ധത്തിൽ കർത്താവിനെ ശുശ്രൂഷിച്ചു. And then continued service with the Pullaman Brethren Assembly. എന്നാൽ ദൈവം മനസ്സിൽ അതിയായ ഒരു വാഞ്ച എനിക്ക് പുതിയൊരു കൂടിവരവ് തുടങ്ങണം എന്ന് തോന്നിപ്പിക്കുകയും ദൈവാത്മാവ് പ്രേരിപ്പിക്കുകയും അതേ തുടർന്ന് ഇവിടെ നിന്ന് ഏതാണ്ട് ഒരു 15 കിലോമീറ്റർ ദൂരത്തിൽ കാറ്റാടി എന്ന് പറയുന്ന സ്ഥലത്ത് പ്രവർത്തിപ്പാനും ദൈവം സഹായിച്ചുകൊണ്ടിരുന്നു. The Lord placed a very deep burden in my heart to start a new church planting. So about 15 kilometers from the current place, in a place called Katadi, we have started a new gathering. അവിടെ ഏതാണ്ട് 2 വർഷത്തോളം തുടർമാനമായി ഞാനും മറ്റു കൂട്ടു സഹോദരന്മാരും കൂടെ ചേർന്ന് പ്രവർത്തിച്ചതിന്റെ ഫലമായി ഒരു കൂടിവരവ് തുടങ്ങുവാൻ ദൈവം സഹായിച്ചു. As a source of blessing, a few believers together, we worked in this place for the last 2 years, and the Lord has enabled the church to be planted there. ഏതാണ്ട് 2 വർഷത്തോളം അവിടെ എല്ലാ ശനിയാഴ്ച തോറും ഒരു ചിൽഡ്രൻസ് ക്ലബ്ബ് നടത്തി വന്നു. For the past 2 years, we did a kids club in this neighborhood. ശേഷം എല്ലാ തിങ്കളാഴ്ചകളിലും ഒരു ബൈബിൾ സ്റ്റഡിയും നടന്നു വന്നിരുന്നു. Following every Mondays, we used to do a Bible study in that locality. ബൈബിൾ ക്ലാസ്സിന് ഏതാണ്ട് 20 പേരോളവും അതുപോലെ തന്നെ ചിൽഡ്രൻസ് ക്ലബിന് ഏതാണ്ട് 25 കുഞ്ഞുങ്ങളോളവും കടന്നു വന്ന് വചനം അഭ്യസിക്കുവാനും ദൈവവചനം കേൾക്കുവാനും ഒക്കെ ദൈവം സഹായിച്ചു. About approximately 25 kids used to attend the kids club, and about 20 brethren would attend the Bible study. ശേഷം ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ഒരു കൂടിവരവ് തുടങ്ങുവാനും അവിടെ ദൈവം കൃപ ചെയ്തു. As a result of this service, the Lord had grace and enabled us to start a worship service in that neighborhood. ഇപ്പോൾ അവിടെ ഏതാണ്ട് 5 കുടുംബങ്ങൾ കടന്നു വന്ന് കർത്താവിനെ ആരാധിപ്പാനായിട്ട് ദൈവം സഹായിച്ചുകൊണ്ടിരിക്കുന്നു. Currently, we have about 5 families that have gathered there in Katadi to worship the Lord. സ്നാനപ്പെടുവാൻ ആഗ്രഹിക്കുന്ന ചിലരുണ്ട്. എന്നാൽ ഇങ്ങനെ ഒരു സാഹചര്യം ആയതിനാൽ അതിന് മുതിരുവാനായിട്ട് ഞങ്ങൾക്ക് കഴിയുന്നില്ല. Currently, a few members of the assembly desire to get baptized, but due to COVID restrictions, we are unable to conduct the baptism. ഇവിടെ ജനങ്ങൾക്ക് കൂടുവാനോ അല്ലെങ്കിൽ അപ്രകാരത്തിൽ ഒന്നിച്ച് ഇരിപ്പാനോ ഒന്നും ആരാധനയ്ക്ക് പോലും ഇപ്പോൾ സ്വാതന്ത്ര്യമില്ലാത്ത ഒരു അവസ്ഥയാണ്. Currently, due to COVID restrictions, we are finding it difficult to gather as an assembly. ഏതാണ്ട് 1.5 മാസത്തോളമായി സഭ അടച്ചിട്ടിരിക്കുകയാണ്. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഈ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചത് കൊണ്ടാണ്. For the past 1.5 months, the church has been closed due to lockdown requirements. ഈ നാളുകളിൽ എന്നാൽ പരസ്യയോഗങ്ങൾക്കോ അതുപോലെ തന്നെ പ്രവർത്തനങ്ങൾക്കോ ശുശ്രൂഷകൾക്കോ ഒന്നും പോകുവാനായിട്ട് കഴിയുന്നില്ല. അങ്ങനെ ഒരു അവസ്ഥയിലൂടെയാണ് ഈ നാളുകൾ കടന്നു പോകുന്നത്. Sadly speaking, we are unable to do any outreach programs or house visits or ministries because of this lockdown situation. വാർത്തയിലൊക്കെ നാം കാണുന്നത് പോലെ കേൾക്കുന്നത് പോലെ ഏതാണ്ട് 40-നടുത്ത് കോവിഡ് വ്യക്തികൾ ഒരു ദിവസവും ഇവിടെ ഉണ്ടായിരുന്നു. 40,000. At one point of time, about 40,000 people were being impacted by COVID. എന്നാൽ ഇപ്പോൾ ദൈവകൃപയാലെ അത് ഏതാണ്ട് ഒരു 17, 18, 19,000 പേരോളം ആയി കുറഞ്ഞിട്ടുണ്ട്.
Currently, it has subsided to about 17,000 people. എന്നാൽ മരണനിരക്ക് കൂടുതലാണ്. ഏതാണ്ട് എല്ലാ ദിവസവും 200ഓളം പേര് മരിക്കുന്നതുമുണ്ട്. However, death rates have risen. It's about 200 average per day that people are passing away in Kerala. ഗവൺമെന്റ് എത്ര ശ്രമിച്ചിട്ടും 15-ൽ താഴെ പെർസെന്റേജിൽ താഴെ വരുന്നില്ല. ആയതിനാൽ വീണ്ടും കംപ്ലീറ്റ് ലോക്ക്ഡൌൺ ആണ് ഈ മാസം 9 വരെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. The government has tried very hard to bring down this percentage to below 15. However, it's been unable, and so they have established a strict lockdown until the 9th of this month. ആയതിനാൽ ഈ നാളുകൾ ആരാധനാ സ്വാതന്ത്ര്യം പോലും നിന്നുപോയിരിക്കുന്ന ഒരു കാലത്താണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. So we all know in this current era we find it even difficult to gather for worship. തീർച്ചയായും പ്രാർത്ഥിക്കുക. ഒരു പുതിയൊരു കൂടിവരവാണ് ഇപ്പോൾ അവിടെ തുടങ്ങിയിരിക്കുന്നത്. ആ പ്രവർത്തനത്തെ ഓർത്ത് പ്രാർത്ഥിക്കുക. എൻ്റെ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുക. വിശ്വാസ കുടുംബങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം എന്ന് വിശേഷാൽ കർത്താവിൽ അഭ്യർത്ഥിക്കുകയാണ്. It's my earnest request for prayers for my family, the families that we are working with, and that they will be strengthened in the Lord, and God will bless the ministry. ഇന്നത്തെ അല്പനേരത്തെ ചിന്തയ്ക്കായി നാം വായിച്ചു കേട്ട വേദഭാഗത്തിലേക്ക് കടന്നു പോകാം. Shall we turn to the verse that we just read for a brief meditation this morning? എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 16-ാമത്തെ വാക്യം. Ephesians chapter 5 verse 16. നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: ഇത് ദുഷ്കാലമാകിയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊള്ളുവിൻ. Redeeming the time because the days are evil. നമുക്കറിയാം, നാം ബാല്യം മുതലേ പറഞ്ഞു കേൾക്കാറുള്ളതാണ് സമയം വിലപ്പെട്ടതാണെന്ന്. We have heard from our very young age that time is precious. സമയം പാഴാക്കരുത് എന്ന് നമ്മുടെ പേരൻസ് നമ്മോട് പലപ്പോഴും പറയുന്നത് നാം എല്ലാവരും ശ്രദ്ധിച്ചിട്ടുള്ളതും കേട്ടിട്ടുള്ളതുമാണ്. Our parents have often reminded us do not waste away our time. എന്നാൽ ദൈവവചനത്തിലും നമുക്ക് കാണുവാനായിട്ട് കഴിയും. ദൈവവചനം പറയുകയാണ്, നാം സമയം തക്കത്തിൽ ഉപയോഗിക്കണം. വേസ്റ്റ് ചെയ്യുവാനായിട്ട് ഒരിക്കലും ഇടയായി തീരരുത്. The word of God is reminding us that we should redeem the time wisely. ഞാൻ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പേ ഇങ്ങനെ ഞാനൊന്ന് ചോദിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്, എന്തുകൊണ്ടാണ് സമയം തക്കത്തിൽ ഉപയോഗിക്കേണ്ടത്? As we dwell into this thought, my question to each one of you is, why is it so necessary to use the time, redeem the time well? ആ വായിച്ചു കേട്ട വാക്യത്തിൽ തന്നെ നമുക്ക് അതിന്റെ മറുപടിയും കാണുവാനായിട്ട് കഴിയും. The very same verse explains the answer to it too. ആ വാക്യത്തിന്റെ ആരംഭം ഇങ്ങനെയാണ് പറയുന്നത്: ഇത് ദുഷ്കാലമാണ്. It says the days are evil. ഇത് ദുഷ്കാലമായതിനാൽ ഞാനും നിങ്ങളും എന്ത് ചെയ്യണം? സമയം തക്കത്തിൽ ഉപയോഗിക്കണം. Because the days are evil, God is calling out and reminding us to redeem the time. അങ്ങനെയാണെങ്കിൽ പ്രിയമുള്ളവരെ, നമുക്കറിയാം, നമ്മുടെ ചുറ്റും ഒന്ന് നാം കണ്ണോടിച്ചാൽ ഇത് നമുക്ക് ജീവിക്കുവാൻ കഴിയാത്ത ഒരു ലോകവും കാലത്തിലേക്കും കടന്നു വന്നിരിക്കുകയാണ്. Brothers and sisters, as we look around, we see we are in a current era where it's so difficult to live the standard Christian life. തീമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായം 1-ാം വാക്യം നാം പരിശോധിച്ചാൽ അവിടെ കാണുന്നത് അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും എന്നറിയാം. In 2 Timothy we read, in the last days there will be trouble and evil, so be careful. അങ്ങനെയാണെങ്കിൽ ഇത് അന്ത്യകാലമാണ്. If that is the case, then it is the last days. നമുക്കറിയാം, ദുഃഖവും എവിടെ തിരിഞ്ഞാലും നമുക്ക് ദുഃഖവും രോഗവും പ്രയാസവും മരണവും മാത്രമേ കേൾക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. As we look around, we see death, sadness, sorrow, pain, and that is all we hear. അങ്ങനെയുള്ള ഒരു കാലത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. So we live in a situation or an era of this lifestyle. നമുക്കറിയാം, നമ്മുടെ തന്നെ എത്രയോ കർത്തൃദാസന്മാർ ദൈവത്തിന്
പ്രയോജനപ്പെട്ടുകൊണ്ടിരുന്ന എത്രയോ കർത്തൃദാസന്മാർ നിത്യതയിൽ പ്രവേശിച്ചു. അതുപോലെ തന്നെ എത്രയേറെ വിശ്വാസികൾ നിത്യതയിൽ പ്രവേശിച്ചു. If we reflect, we will see so many of our dear saints, active evangelists, have all been taken away in this current situation. നമുക്കറിയാം, കാലം നമുക്ക് ഒരിക്കലും അനുകൂലമല്ല. We know that this time is not in our favor. യെശയ്യാ പ്രവചനത്തിൽ നാം വായിക്കുന്നത് 51-ാം അധ്യായം 6-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് ഭൂമിയിലെ നിവാസികൾ കൊതുക് പോലെ ചത്തുപോകുന്ന ഒരു സമയമുണ്ട് എന്നാണ്. In Isaiah chapter 51 verse 6, we see that we read there that there is a time when people will just pass away so quickly. നാം ചുറ്റുപാടുകളിലേക്ക് ഒന്ന് കണ്ണോടിക്കുക. എത്രയോ പേര് ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെടുന്നു. രോഗത്തിലും ദുഃഖത്തിലും ഹോസ്പിറ്റലിൽ. ഇവിടെ കേരളത്തിലെ സ്ഥിതിയാണെങ്കിൽ ആശുപത്രികളിൽ പോലും സ്ഥലമില്ലാത്ത ഒരു കാലത്തിലേക്ക് കടന്നു വന്നിരിക്കുക. As we look around, we see that the time where a lot of people have lost their lives, it's a very difficult time, and even the hospitals are so jam-packed that there is no place for even people to be taken care of. അതുകൊണ്ട് പൗലോസ് പറയുകയാണ്, ഇത് അന്ത്യകാലമാണ്, സമയം തക്കത്തിൽ ഉപയോഗിക്കണം. So Paul is reminding us these are the last days, the end times, and so we need to use the time reasonably. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെയാണ് സമയം തക്കത്തിൽ ഉപയോഗിക്കുവാനായിട്ട് കഴിയുന്നത്? If that's the case, how can we redeem the time properly? 4 കാര്യങ്ങൾ അതിനോടനുബന്ധിച്ച് ഈ വാക്യങ്ങളിൽ നിന്നുകൊണ്ട് തന്നെ, അതായത് 15-ാം വാക്യം മുതൽ 21-ാം വാക്യം വരെയുള്ള വാക്യങ്ങളിൽ നിന്നുകൊണ്ട് തന്നെ 4 കാര്യങ്ങൾ പറഞ്ഞ് എന്റെ വാക്കുകളെ അവസാനിപ്പിക്കുവാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. I want to focus on verses 15 to 21, and from this short passage I like to highlight 4 important points that the Lord has laid upon my heart this morning to share with each one of you. പലപ്പോഴും നാം സമയത്തെ പാഴാക്കാറുണ്ട്. Many times we deliberately waste time. നാം അതിനെ തീർച്ചയായിട്ടും വെറുതെ കളയുന്നവരായി ജീവിച്ചു പോകാറുണ്ട് പലപ്പോഴും. Many times we just lavishly waste our time. എന്നാൽ ആ സമയം എത്രയോ വിലപ്പെട്ടതാണ് എന്ന് ഈ വാക്യങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. But as we read this passage, we are reminded how precious time is and how valid we should take it into consideration. പ്രത്യേകിച്ച് ഈ അന്ത്യകാലങ്ങളിൽ, ഈ അന്ത്യനാളുകളിൽ, കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്ന ഈ സമയങ്ങളിൽ നമ്മുടെ സമയം തക്കത്തിൽ ഉപയോഗിക്കുവാൻ നമ്മെ കൊണ്ട് സാധിക്കുന്നുണ്ടോ എന്ന് നാം നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. It is very important for us to examine, are we really using the time wisely, especially in this end times? എങ്ങനെയാണ് സമയം തക്കത്തിൽ ഉപയോഗിക്കുന്നത്? How do we redeem the time properly? അതിന്റെ 15-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്. ഒന്നാമത്തെ കാര്യം 15-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്. അവിടെ വായിക്കുന്നു, ആകയാൽ സൂക്ഷ്മത്തോടെ അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ടത്രേ നടപ്പിൻ. And it's the verse 15 highlights, do not walk as unwise but as wise people. ഞാൻ ഇങ്ങനെ പറയട്ടെ, നാം സമയം എങ്ങനെ തക്കത്തിൽ ഉപയോഗിക്കുവാനായിട്ട് കഴിയും? ബുദ്ധിയോടെ നടന്ന്, ജ്ഞാനത്തോടെ നടന്ന് സമയം തക്കത്തിൽ ഉപയോഗിക്കുവാൻ നമുക്ക് കഴിയും. If we want to truly redeem the time, use it wisely, then we have to walk in his ways, then we need to use it wisely. എഫേസ്യ ലേഖനത്തിൽ തന്നെ പറയുന്നുണ്ട്, ജാതികൾ നടക്കുന്നത് പോലെ അല്ല ഞാനും നിങ്ങൾ നടക്കേണ്ടുന്നത്. In Ephesians we read there, we can walk around like the pagans do. എന്നാൽ വാസ്തവത്തിൽ ഞാനും നിങ്ങളും നടക്കേണ്ടത് ജ്ഞാനികളായിട്ടാണ് നടക്കേണ്ടുന്നത്. But God is calling us to walk wisely and not as fools. കൊലോസ്യ ലേഖനത്തിൽ നാം വായിക്കുന്ന ഇങ്ങനെയാണ്, ഈ ജ്ഞാനം, ഈ പരിജ്ഞാനം എവിടെ നിന്നാണ്? ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിൽ വളരണമെന്ന് എഫേസ്യ ലേഖനം 1-ാം അധ്യായം 10-ാം വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. In Colossians chapter 1 we read that we should grow in the grace of the Lord.
അവിടെ വായിക്കുന്നത് സകല സൽപ്രവൃത്തിയിലും ഫലം കായ്ച്ചും ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരണമെന്നും എന്നാണ് വായിക്കുന്നത്. We read there that we have to grow in the knowledge of the excellence of his in his excellence of his knowledge. ദൈവത്തിന്റെ പരിജ്ഞാനത്തിൽ വളരുന്ന ഏതൊരു വ്യക്തിയും ദൈവത്തിന്റെ ആ പരിജ്ഞാനത്തിൽ തന്നെ നടക്കുവാനായിട്ട് ശ്രമിക്കും എന്നുള്ളതിന് മാറ്റമില്ല. So definitely if we make an effort to grow in that knowledge, excellence of knowledge in him, we will definitely walk wisely. ഇപ്പോൾ എനിക്ക് എന്റെ മനസ്സിലേക്ക് ഓടി വരുന്ന ഒരു വ്യക്തിയുണ്ട്, അത് മറ്റാരുമല്ല എലീമലേക്ക്. Hero in the Bible, Elimelech, comes to my heart. നമുക്കറിയാം എലീമലേക്കിനെ കുറിച്ച് രൂത്തിന്റെ പുസ്തകത്തിലാണ് നമുക്ക് വായിക്കുവാനായിട്ട് കഴിയുന്നത്. We read of this person in the book of Ruth. അവിടെ ബെത്ലഹേമിൽ ക്ഷാമം ഉണ്ടായപ്പോൾ താൻ സ്വന്തം വിവേകത്തിൽ ഊന്നുന്ന ഒരു വ്യക്തിയെ നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. When there was famine in Bethany, we see that Elimelech takes his personal decision in his own wisdom. സ്വന്തം വിവേകത്തിൽ ഊന്നുകയും അവർ മോവാബ് ദേശത്തിലേക്ക് കടന്നു പോവുകയും ചെയ്യുന്ന ഒരു എലീമലേക്കിനെയാണ് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. And we see there, based on his self or his own wisdom, they take a decision to move to the land of Moab. എന്തുകൊണ്ടാണ് അവിടെ ക്ഷാമം ഉണ്ടായത് എന്ന് ന്യായാധിപന്മാരുടെ പുസ്തകം 21-ാം അധ്യായം 25-ാം വാക്യം വായിച്ചാൽ നമുക്ക് വ്യക്തമാണ്. അവിടെ വായിക്കുന്ന ഓരോരുത്തൻ താങ്കൾക്ക് ബോധിച്ചതുപോലെ ജീവിച്ചു പോരുന്നു എന്നാണ് നാം വായിക്കുന്നത്. We read in the book of Judges chapter 21 verse 25, because everyone walked in his own ways, doing evil in his own sight, that was why there was famine in Bethany. നമുക്കറിയാം അങ്ങനെ എലീമലേക്ക് എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ദൈവം എന്റെ രാജാവായിരുന്നവൻ എന്നാണ്. അങ്ങനെയുള്ള ഒരു വ്യക്തി എവിടേക്ക് പോവുകയാണ്? മോവാബ് ദേശത്തിലേക്ക് സ്വന്തം വിവേകത്തിലൂന്നി പോകുന്നു. We see the very name of Elimelech means God is my king, and this very same man takes a decision to go into the land of Moab. അങ്ങനെ സ്വന്തം വിവേകത്തിൽ ഊന്നിയപ്പോൾ ഉണ്ടായ പരാജയം നമുക്ക് ദർശിക്കുവാൻ അതിന്റെ രൂത്തിന്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. And the Spirit of God explains to us from the book of Ruth chapter 1 the calamities that follow because a personal wisdom decision was taken by Elimelech. അങ്ങനെയാണെങ്കിൽ പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും സ്വന്തം വിവേകത്തിൽ ഊന്നാതെ ദൈവ പരിജ്ഞാനത്തിൽ ക്രിസ്തു എന്ന തലയോളം വളർന്ന് ദൈവത്തിന്റെ ജ്ഞാനത്തിൽ തന്നെ ഈ ലോകത്തിൽ നടക്കുവാൻ ശ്രമിക്കണം എന്നുള്ളത് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. It is my earnest request and that we all stop leaning on our own wisdom and lean on the wisdom of God and trust him and grow in the knowledge of the Lord and be filled in him, so that we will walk in his way. ഇതിനോടനുബന്ധിച്ച് അനേക വാക്യങ്ങൾ എന്റെ മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ട്. കൊലോസ്യ ലേഖനം 4-ാം അധ്യായം 5-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത് സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊണ്ട് പുറത്തുള്ളവരോട് ജ്ഞാനത്തോടെ പെരുമാറുന്നു. In Colossians chapter 4 we read that in the scripture reminds us walk wisely and behave with one another wisely as believers. അതുപോലെ തന്നെ മത്തായി സുവിശേഷത്തിൽ നാം വായിക്കുന്നത് പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും പ്രാവിനെ പോലെ നിഷ്കളങ്കരുമാകണം എന്നാണ് നാം മത്തായി സുവിശേഷത്തിൽ വായിക്കുന്നത്. We read in the book of Matthew that we need to be smart as a serpent and innocent as a dove. പലപ്പോഴും നാം സമയം തക്കത്തിൽ ഉപയോഗിക്കാറുണ്ടോ? നാം നമ്മെ തന്നെ ഒന്ന് വിചിന്തനം ചെയ്തേ മതിയാകുകയുള്ളൂ. We need to earnestly examine ourselves. Do we redeem the time wisely? ഒന്ന് സമയം തക്കത്തിൽ ഉപയോഗിക്കുവാൻ നാം ബുദ്ധിയോടെ പരിജ്ഞാനത്തിൽ നടക്കണം. The very first thing is, do we redeem the time by using it wisely and not as fools? എന്റെ മനസ്സിലേക്ക് പെട്ടെന്ന് കടന്നു വന്ന ഒരു ആലോചനയാണ്, പലപ്പോഴും നാം നമ്മുടെ ചുറ്റുപാടുകൾ, നമ്മുടെ ബന്ധങ്ങൾ, നമ്മുടെ പശ്ചാത്തലങ്ങൾ, നമ്മുടെ ജോലി, ഇവയൊക്കെ ഇതിനൊരു ബാധ്യതയായി അല്ലെങ്കിൽ പ്രയാസമായി തീരാറുണ്ട്. It's just recollecting into my heart that
at times, families, job circumstances, situations around in our social get-togethers, things can influence and the time focus on our time. ഞാൻ അതിന് ഒരു ഉദാഹരണം പറയുവാനായിട്ട് ആഗ്രഹിക്കുകയും I like to share an example in this regard. മത്തായി എഴുതിയ സുവിശേഷം 21-ാം അധ്യായത്തിൽ കർത്താവ് ശിഷ്യന്മാരെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, അടുക്കി വിളിച്ചിട്ട് പറയുകയാണ്, നിങ്ങൾ എതിരെയുള്ള ഗ്രാമത്തിൽ പോയി അവിടെ കെട്ടിയിടപ്പെട്ട കഴുതയെ എന്ത് ചെയ്യണം, കൊണ്ടുവരണം എന്ന് പറയുന്നു. We read in the book of Matthew 21, Jesus is asking the disciples, go and get a colt that is tied up in that city. അവിടെ വായിക്കുന്ന പ്രത്യേക പദപ്രയോഗമാണ് കെട്ടിയിടപ്പെട്ട കഴുത. It clearly says a tied up plot. നമുക്കറിയാം, പഴയ നിയമ പുസ്തകം വായിച്ചാൽ കഴുതയെ ആട്ടിൻകുട്ടിയെ കൊണ്ട് എന്ത് ചെയ്തിരിക്കണം, വീണ്ടെടുത്തിരിക്കണം. We see in the Old Testament that about a donkey and the sheep, and it needs to be redeemed. We redeem a sheep with a donkey. അത് വീണ്ടെടുക്കപ്പെടണമെങ്കിൽ അതിനെ ആട്ടിനെ കൊണ്ട് വീണ്ടെടുക്കണം എന്നാണ് പറയുന്നത്. Sorry, when we redeem a donkey, it has to be done with the blood of the sheep. അങ്ങനെയാണെങ്കിൽ ഞാൻ ചിന്തിച്ചു പോവുകയാണ്, ഇത് കെട്ടപ്പെട്ട കഴുതയാണ്. ഇത് തീർച്ചയായിട്ടും ഇതിനെ വീണ്ടെടുത്തിട്ടുണ്ട്, ഒരു ആട്ടിൻകുട്ടിയെ കൊണ്ട് വീണ്ടെടുത്തിട്ടുണ്ട്, പക്ഷെ കെട്ടിയിടപ്പെട്ടു. We see here that it has been redeemed, but it has been this colt has been tied up. കർത്താവ് പറയുക, അതിനെ അഴിച്ചുകൊണ്ടുവാ. Jesus is saying, go release that colt and bring him here. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ കെട്ടിയിടപ്പെട്ട അനേക സാഹചര്യങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് കടന്നു വരാറുണ്ട്. We can remind ourselves that many a times we have faced situations where we are tied up. വീണ്ടെടുക്കപ്പെട്ട കഴുതയാണ്, പക്ഷെ കെട്ടിയിടപ്പെട്ടു. We see here that it's a donkey that has been redeemed, but it is still tied up. അങ്ങനെയാണെങ്കിൽ പ്രിയമുള്ളവരെ ഓർക്കുക, നമ്മുടെയൊക്കെ ജീവിതത്തിൽ തീർച്ചയായിട്ടും സമയം തക്കത്തിൽ ഉപയോഗിക്കുവാൻ എന്തെല്ലാം തടസ്സങ്ങളുണ്ടോ അതിനെയൊക്കെ നീക്കം ചെയ്ത് ദൈവീക പരിജ്ഞാനത്തിൽ ഞാനും നിങ്ങൾ മുന്നോട്ട് പോകണം എന്ന് കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുക. So the Holy Spirit is reminding us that there will be so many situations where we will be tied up. Though we are redeemed, we will be tied up and engaged in unnecessary activities, and we need to get out of that. രണ്ടാമത് ദൈവവചനം പറയുന്നത് സമയം തക്കത്തിൽ ഉപയോഗിക്കുവാൻ, അതിന്റെ 17-ാമത്തെ വാക്യത്തിൽ രണ്ടാമത്തെ പോയിന്റ് നമുക്ക് കാണുവാനായിട്ട് കഴിയും. എങ്ങനെ നമുക്ക് സമയം തക്കത്തിൽ ഉപയോഗിക്കാം? In verse 17 we see how we can redeem the time. അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്, കർത്താവിന്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചുകൊള്ളുവിൻ. Here we see the last part of it, the will of God, and we can redeem the time according to the will of God. എന്നെ കുറിച്ചുള്ള ജീവിതം ദൈവഹിതം എന്താണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞാൽ തീർച്ചയായിട്ടും എനിക്ക് സമയം തക്കത്തിൽ ഉപയോഗിക്കുവാൻ കഴിയും. If we know what is the will of God, then definitely we can redeem the time accordingly. പലപ്പോഴും നാം എന്ത് ചെയ്യാറില്ല, നമ്മുടെ ദൈവഹിതം നാം തിരിച്ചറിയാറില്ല. Many times what happens, we cannot figure out what is the will of God. അതുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് കഴിയാത്തത്, സമയം തക്കത്തിൽ ഉപയോഗിക്കുവാൻ കഴിയാതെ പോകുന്നത്. Which is why we are not able to use the time wisely. ദാവീദ് 143-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്ന ഒരു കാര്യമുണ്ട്. അവിടെ നാം വായിക്കുന്ന ഇങ്ങനെയാണ്, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ എന്നെ പഠിപ്പിക്കണമേ. We read in Psalm 143 that please teach me to walk in your ways according to your will. നിന്റെ ഇഷ്ടം ചെയ്യുവാൻ എന്നെ പഠിപ്പിക്കണം. Please teach me to do your will. അതാകട്ടെ നമ്മുടെയൊക്കെ പ്രാർത്ഥന. It's my earnest prayer that we would keep it as our prayer. ദൈവ ഇഷ്ടം ചെയ്യണമെങ്കിൽ എന്തായിരിക്കണമെന്ന് 40-ാം സങ്കീർത്തനം 8-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്. In Psalm 48 we read,
നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു, നിന്റെ ന്യായപ്രമാണം എൻ്റെ ഉള്ളിലിരിക്കുന്നു. I delight in walking in your ways and walking according to your will. അവിടെ ദൈവേഷ്ടം ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അവിടെ പറയുന്നുണ്ട്. എന്ത് ചെയ്യണം? ദൈവത്തിന്റെ ന്യായപ്രമാണം നമ്മുടെ ഉള്ളിലിരിക്കണം. What does it say here? If we need to walk in his ways, we need to keep his word in our hearts. പ്രിയമുള്ളവരെ, ദൈവവചനം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ദൈവഹിതം ചെയ്യുവാനായിട്ട് കഴിയും എന്നുള്ളതിന് യാതൊരു മാറ്റവുമില്ല. So, dear brothers and sisters, if we have the word of God in our hearts, then we will definitely follow his way. പ്രത്യേകിച്ച് നമുക്കറിയാം, ഈ നാളുകൾ പ്രത്യേകിച്ച് കേരളത്തിലെ അവസ്ഥയാണ്, ലോക്ക്ഡൌണിന്റെ സന്ദർഭങ്ങളാണ്. ആർക്കും പുറത്തു പോകുവാനോ വരുവാനോ ഒന്നും കഴിയാത്ത ഒരു സാഹചര്യം. We know the current situation with the lockdown. We are unable to go out, meet with people, and it's a pretty discouraging situation. ഭവനത്തിലായിരിക്കുമ്പോൾ കർത്താവേ, അങ്ങയുടെ ഹിതം ചെയ്യുവാൻ എന്നെ പ്രേരിപ്പിക്കണമേ, എന്നെ അങ്ങയുടെ ഹിതത്തിനൊത്ത് മുന്നോട്ട് നയിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടെ ആയിരിക്കണം ഞാനും നിങ്ങളും മുന്നോട്ട് ജീവിക്കേണ്ടത്. As we are at home, homebound, let us pray that we will seek the will of God so that we can walk in his ways fruitfully. എത്രയോ പേരെ ഓർത്ത് പ്രാർത്ഥിക്കുവാൻ നമ്മുടെ മധ്യത്തിൽ സമയങ്ങൾ നമുക്ക് ധാരാളം ലഭിക്കുന്നുണ്ട്. This is a beautiful opportunity for us to spend time in his presence, praying for other people. തീർച്ചയായിട്ടും ന്യായപ്രമാണം എന്റെയും നിങ്ങളുടെയും ഉള്ളിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദൈവഹിതപ്രകാരം അവന്റെ സന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുവാൻ, ദൈവവചനം വായിക്കുവാൻ, അതിൻ പ്രകാരം ജീവിക്കുവാൻ, നടക്കുവാൻ ഒക്കെ സാധിക്കും എന്നുള്ളതിന് ഒരു സംശയവുമില്ല. If the word of God abides in us and we spend time in his presence, definitely the will of God will be revealed in our lives. എങ്ങനെയാണ് നാം ദൈവഹിതം ചെയ്യേണ്ടുന്നത്? How should we do the will of the Lord? എങ്ങനെയാണ് ദൈവഹിതം ചെയ്യേണ്ടത്? എഫേസ്യ ലേഖനം 6-ാം അധ്യായം 6-ാം വാക്യത്തിൽ അത് വളരെ വ്യക്തമായി പറയുന്നു. We read in Ephesians 6 verse 6 very clearly how we can do the will of God. അവിടെ വായിക്കുന്നത്, മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നത് പോലെ ദൃഷ്ടിസേവയാലല്ല, ക്രിസ്തുവിന്റെ ദാസന്മാരെ പോലെ ദൈവ ഇഷ്ടം മനസ്സോടെ ചെയ്തും. Not with eye service as men pleasers, but as servants of Christ, doing the will of God from the heart. എങ്ങനെയാ ദൈവഹിതം ചെയ്യേണ്ടുന്നത്? മനസ്സോടെ ചെയ്യണം. How do we do the will of God? From the heart. പലപ്പോഴും ഞാൻ ആദ്യ വാക്യങ്ങളിൽ വായിച്ചതുപോലെ നാം മനുഷ്യരുടെ മുമ്പിൽ വിളങ്ങേണ്ടതിനാണ് പലപ്പോഴും നാം ദൈവഹിതം അല്ലെങ്കിൽ ചെയ്തു പോകാറുള്ളത് പല കാര്യങ്ങളും. In many situations, what we do is we end up trying to please people rather than serving Christ. തീർച്ചയായിട്ടും അങ്ങനെയാണെങ്കിൽ മനുഷ്യരുടെ മുമ്പിൽ വിളങ്ങേണ്ടതിനല്ല, മറിച്ച് ദൈവം എന്റെ ജീവിതത്തെ കുറിച്ച് എന്താണോ ആഗ്രഹിക്കുന്നത് അത് ചെയ്യുവാൻ എന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നു എന്നുള്ള ആ ചിന്തയോടെ വേണം ഞാനും നിങ്ങളും ജീവിക്കുവാനായിട്ട്. So as we try to redeem our time, we should be not focused on men pleasers, but being servants of Christ and doing the will of God from the heart. ഇനി ഞാൻ ഒരു ലളിതമായ ഒരു ചോദ്യം ചോദിക്കുവാനായിട്ട് ആഗ്രഹിക്കുക. എങ്ങനെയാ ദൈവഹിതം തിരിച്ചറിയുന്നത്? എങ്ങനെയാ എന്നെ കുറിച്ചുള്ള ദൈവഹിതം തിരിച്ചറിയുന്നത്? I like to ask a humble question. How do we identify the will of God in our lives? അതിന് ഉത്തരം ദൈവവചനം തന്നെ പറയുന്നുണ്ട്. റോമർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം അതിന്റെ 1-2 വാക്യങ്ങൾ വായിച്ചാൽ വളരെ വ്യക്തമായിട്ട് അത് പറയുകയാണ്. We have a beautiful answer in Romans chapter 12 verse 1 and 2, and it explains there very well. മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ദൈവഹിതം തിരിച്ചറിയുവാനായിട്ട് കഴിയും. Yeah, if we have our hearts let me read that. If our hearts are transformed, then we will find the will of the Lord. ഞങ്ങൾ ഇന്ന് കാലത്ത് ഞങ്ങൾ ഇവിടെ പകലായിരുന്നല്ലോ, ഞങ്ങൾ ആരാധനയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ കൈയടിച്ച് പാടിയ ഒരു പാട്ട് ഇതിനോടനുബന്ധിച്ചായിരുന്നു. ഞാനല്ല എടുത്തത്, എന്റെ വൈഫാണ് ഇന്ന് എടുത്ത് പാടിയത് ഇതിനോടനുബന്ധിച്ച ഒരു പാട്ടായിരുന്നു.
And interestingly, this evening for our family prayer, my wife picked up a song very similar to this thought. നാം അവിടെ വായിക്കുന്നത്, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ എന്നെ തകർത്ത് കളയുവാൻ അങ്ങേക്ക് ഹിതമാണെങ്കിൽ കർത്താവേ അത് ചെയ്യണമേ. And the songwriter says, if I want to do your will, if it goes to the extent of crushing me down, please do that, Lord. അതിന്റെ ലൈൻസ് ഇങ്ങനെയാണ് പോകുന്നത്, എന്നെ തകർത്തിടാൻ താതിന് ഇഷ്ടമെങ്കിൽ തൻ ഹിതം എന്നിൽ സമ്പൂർണമാകട്ടെ. എന്റെ കർത്താവേ എന്നുള്ള ആ പ്രാർത്ഥനയോടെ നമുക്ക് ജീവിക്കാം. And as we read, we need to be transformed by the renewing of our minds. If we allow ourselves to be crushed in the eyes of God, so that His will can be done, let it be so, Lord. എന്നെ തകർത്തു കളഞ്ഞോ, പക്ഷേ അങ്ങയുടെ ഹിതം എന്നിലൂടെ നിറവേറട്ടെ. Even if you, Lord, even if you go to the extent of crushing me down, please let your will be done in our lives. അതങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും സമയം നമുക്ക് തക്കത്തിൽ ഉപയോഗിക്കുവാനായിട്ട്. If we submit ourselves to the will of God, definitely we can redeem the time properly. മൂന്നാമത്തെ മറ്റൊരു കാര്യം, എങ്ങനെ സമയം തക്കത്തിൽ ഉപയോഗിക്കാം. മൂന്നാമത്തെ വാക്യം നമുക്ക് 20ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. 20ാമത്തെ വാക്യം. The third point that we can see in verse 20. ഇവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവവും പിതാവുമായവന് എല്ലായ്പ്പോഴും എല്ലാറ്റിനും വേണ്ടി സ്തോത്രം ചെയ്തുകൊള്ളുവിൻ. എല്ലായ്പ്പോഴും എല്ലാത്തിനും വേണ്ടി സ്തോത്രം ചെയ്യണം. Giving thanks always for all things unto God and the Father in the name of our Lord Jesus Christ. നാം എല്ലാ കാര്യങ്ങൾക്കും സ്തോത്രം ചെയ്യുന്നവരായിട്ട് തീരണം. We need to give thanks always for all things. ഏത് സാഹചര്യത്തിലൂടെ കടന്നുപോയാലും, സന്തോഷമായിക്കൊള്ളട്ടെ, ദുഃഖമായിക്കൊള്ളട്ടെ, രോഗമായിക്കൊള്ളട്ടെ, ഞാനും നിങ്ങളും ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്യുന്നവരായി തീർന്നാൽ നമുക്ക് സമയം തക്കത്തിൽ ഉപയോഗിക്കുവാനായിട്ട്. The Spirit of God is reminding us we need to give thanks in all times, whether in the good times, in the bad times, in difficulties, whatever the situation is. Give thanks in all things so that we will redeem the time. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഏത് സാഹചര്യത്തിലൂടെ ഞാനും നിങ്ങളും കടന്നുപോയാലും ദൈവത്തെ സ്തുതിക്കുന്നവരായി, മഹത്വപ്പെടുത്തുന്നവരായി തീരണം എന്ന് കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. Our Lord Jesus is desiring that in whatever situations or circumstances we go through, we should give thanks. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 17-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്, in Colossians 3 verse 17 we read, വാക്കിനാലോ ക്രിയയാലോ എന്ത് ചെയ്താലും സകലവും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ചെയ്തും അവൻ മുഖാന്തരം പിതാവായ ദൈവത്തിന് സ്തോത്രം പറഞ്ഞും കൊണ്ടിരിപ്പീൻ. And whatever you do in word or deed, do all in the name of the Lord Jesus, giving thanks to God and the Father by him. വാക്കിനാലോ ക്രിയയാലോ എന്ത് ചെയ്താലും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നവരായിരിക്കും. Whether it's a word or in deed, it should be always giving thanks to God. ചിലപ്പോൾ നാം കഷ്ടതയിലൂടെ കടന്നുപോയി എന്ന് വന്നേക്കാം. Sometimes we might go through difficult times. നമുക്ക് നാളിതുവരെ നേരിട്ടിട്ടില്ലാത്ത പരിശോധനയിലൂടെ ഞാനും നിങ്ങളും കടന്നുപോയി എന്ന് വന്നേക്കാം. There might be situations where we might go through real difficult times in our lives. ഏത് സാഹചര്യത്തിലായാലും കർത്താവിനെ സ്തുതിക്കുന്നവരായി തീരണം. In whatever trials we go through, let us always give thanks. നാം ജീവിക്കുന്നത് അങ്ങനെ ഒരു കാലത്തിലായതുകൊണ്ട് തീർച്ചയായിട്ടും ദൈവത്തെ സ്തുതിക്കുന്നവരായിട്ടാണോ ഞാനും നിങ്ങളും തീരുന്നത് എന്ന് നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കണം. It is a good thing to examine ourselves. Are we giving thanks in this current difficult situation that we are going through? നമുക്ക് ഇയ്യോബിന്റെ ജീവിതം അതൊരു ഉദാഹരണമാണ്. We know the example from the life of Job. എത്രയൊക്കെ പ്രതിസന്ധിയിലൂടെ താൻ കടന്നുപോയിട്ടും ആ ദൈവത്തെ തള്ളിപ്പറയാതെ ദൈവസന്നിധിയിൽ വിശ്വസ്തയോടുകൂടെ ജീവിച്ച ഒരു വ്യക്തി. Whatever difficult trials Job went through, he never turned his back or rejected God.
but continue to serve him. ഇയ്യോബ് മാത്രമല്ല, നമുക്കറിയാം ദൈവവചനം വായിച്ചാൽ ക്രിസ്തു ഭക്തന്മാർ എത്രയോ പേർ, അബ്രഹാം തുടങ്ങി പൗലോസ് വരെ മാത്രമല്ല എത്രയോ പേർ ഈ പ്രയാസങ്ങളിലൂടെ കടന്നുപോയപ്പോഴും കർത്താവിനെ സ്തുതിക്കുന്നവരായി തീരുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. And not just Job, but there are so many other heroes of the Bible, from Abraham to Paul. We see that when they went through difficult times, they continued to walk in his ways. ഒരു ക്രിസ്തു ഭക്തൻ പറയുന്നത് ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, ഇയ്യോബിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് പറയുന്നത്, കർത്താവ് 3-fold പ്രൊട്ടക്ഷൻ ആണ് ഇയ്യോബിന് നൽകിയത്. I was hearing from one of the brethren as he was sharing that for Job there was a 3-fold protection. അതിന്റെ 1-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്. We read that in chapter 1 verse 10. അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്, അവനും, we read there in Job chapter 1, himself, അവന്റെ വീട്ടിനും, his home, അവനുള്ള സകലത്തിനും, and all that he owns. എന്ന് പറഞ്ഞാൽ 3-fold പ്രൊട്ടക്ഷൻ ഓൾറെഡി. ഒന്ന് തനിക്കുണ്ട്. So we see there a 3-fold protection, first for himself, പിന്നീട് അവന്റെ വീട്ടിലുണ്ട്, for his home and his family, പിന്നീട് പറയാ അവനുള്ള സകലത്തിന്, and third we see for all his possessions. പ്രിയമുള്ളവരെ, കഴിഞ്ഞ നാളുകളിൽ ഈ പ്രയാസവും പ്രതിസന്ധിയൊക്കെ ഈ ലോകത്തിൽ ആഞ്ഞടിച്ചിട്ടും നാം എന്തുകൊണ്ട് തളരാതെ മുന്നോട്ട് പോയി എന്ന് ചോദിച്ചാൽ, ഈ ദൈവം എന്നെയും നിങ്ങളെയും കാത്തതല്ലേ എന്ന് നാം അറിഞ്ഞിരിക്കാം. We can always look at hindsight and see, even though we went through these difficult times in the past, the Lord has been so merciful, so faithful in keeping us under his grace. നമ്മുടെ ഒന്നും മിടുക്കുകൊണ്ടല്ല ഇത് നമുക്ക് വരാതിരുന്നത്, ഈ പ്രയാസങ്ങളും പ്രതിസന്ധികളും നമ്മുടെ ജീവിതത്തിൽ വരാതിരുന്നത്. All these difficulties and things could have destroyed us, but it was by his grace. ദൈവകൃപയാലത്രേ. അങ്ങനെയാണെങ്കിൽ അതുകൊണ്ടായി സങ്കീർത്തനത്തെ 34-ാം സങ്കീർത്തനം 1-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവന്റെ സ്തുതി എപ്പോഴും എന്റെ നാവിന്മേലിരിക്കും. And we read that in Psalm 34, I will bless the Lord at all times, his praise shall continually be in my mouth. രോഗമുണ്ട് ശരിയാ, പ്രയാസമുണ്ട് ശരിയാ, ബുദ്ധിമുട്ടുണ്ട്, അതൊക്കെ ശരിയാ, പക്ഷേ ഞാൻ എൻ്റെ കർത്താവിനെ ആ രോഗത്തിലും സ്തുതിക്കും, ആ പ്രയാസത്തിലും സ്തുതിക്കും, ആ നന്മയിലും ഞാൻ ദൈവത്തെ സ്തുതിക്കും എന്ന ആ ദൃഢനിശ്ചയത്തോടെ ജീവിക്കുക. Whatever trials we go through, difficulties, pain, and diseases that we go through, whatever situations, I will still continue to give thanks and praise the Lord. അങ്ങനെയാണെങ്കിൽ ദൈവത്തെ സ്തുതിച്ച് സമയം തക്കത്തിൽ ഉപയോഗിക്കുവാൻ നമുക്കിടയായി തീരട്ടെ. And so it's my earnest prayer that we continue to give thanks and walk in his ways. ഇതിനോട് ചേർന്ന് അനേക ഒത്തുവാക്യങ്ങൾ പറയുവാനായിട്ട് കഴിയുമെങ്കിലും ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. 4-ാമത്തെ കാര്യത്തിലേക്ക് കടന്നു വരട്ടെ. Though I like to dwell a little bit more, I like to move on to the 4th point. എങ്ങനെയാണ് സമയം തക്കത്തിൽ ഉപയോഗിക്കുന്നത്? അതിന്റെ 21-ാമത്തെ വാക്യം. Another important way of redeeming the time, let's look at verse 21. ക്രിസ്തുവിന്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിപ്പേ. Submit yourselves one to another in the fear of God. അന്യോന്യം കീഴ്പ്പെട്ടിരിക്കണം. Submitting to one another. ഒന്ന് ഞാൻ പറഞ്ഞത് ഇങ്ങനെയാണ്, നാം കർത്താവിൽ വളരെ ജ്ഞാനത്തോടെ നടക്കണം. We need to walk very wisely in the sight of God. രണ്ട് ദൈവഹിതം നാം തിരിച്ചറിഞ്ഞ് നടക്കണം. Second, we need to find the will of God and walk accordingly. 3, നാം എല്ലാറ്റിനും എപ്പോഴും സ്തോത്രം ചെയ്യണം. Third, we need to always give thanks in whatever situation. 4, നാം അന്യോന്യം കീഴ്പ്പെട്ടിരിക്കണം. Fourth, we read submitting ourselves to one another. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ സമയത്തെ തക്കത്തിൽ ഉപയോഗിക്കുവാനായിട്ട് കഴിയും. A combination of all of this will help us to redeem the time
properly. ചുരുക്കി പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അന്യോന്യം തർക്കിച്ച് സമയം കളയാതെ സമയം നമുക്ക് തമ്മിൽ കീഴടങ്ങി സമയം തക്കത്തിൽ ഉപയോഗിക്കാം. I would like to rephrase it in a different way. Instead of arguing and quarreling with one another, let us use the time wisely for the benefit of, for edification of one another. ഇന്ന് അനേക വിശ്വാസികളുടെ അല്ലെങ്കിൽ സ്ഥലസഭകളുടെ മധ്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് അന്യോന്യം കീഴടങ്ങിയിരിക്കാത്ത അല്ലെങ്കിൽ എന്താണ് തർക്കിച്ച് സമയം കളയുന്ന ഒരു കാലത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നു. We see that we are in a time when we are spending more time quarreling and finding it difficult to submit to one another in the Lord. എന്നാൽ ദൈവവചനം പറയുക അന്യോന്യം കീഴടങ്ങിയിരിക്കണം. But the Lord is reminding us to submit to one another. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 3-ാമത്തെ വാക്യം നാം വായിച്ചാൽ അവിടെ വായിക്കുന്ന ശാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ താഴ്മയോടെ ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നേക്കാൾ ശ്രേഷ്ഠൻ എന്ന് എണ്ണിക്കൊള്ളുവിൻ. Let nothing be done through strife or vainglory, but in lowliness of mind let each esteem other better than themselves. അന്യോന്യം നാം തർക്കിക്കാതെ കീഴടങ്ങിയാണെങ്കിൽ തീർച്ചയായിട്ടും അന്യരെ ശ്രേഷ്ഠരെന്നെണ്ണിയാൽ, നമ്മുടെ കൂട്ടുസഹോദരങ്ങളെ ശ്രേഷ്ഠരെന്നെണ്ണിയാൽ തീർച്ചയായിട്ടും നമുക്ക് സമയം തക്കത്തിൽ ഉപയോഗിക്കുവാനായിട്ട് കഴിയും. If we avoid strife and vainglory, but in lowliness, if we esteem the others better than some, what a blessing to be. നമുക്കറിയാം, അന്യോന്യം ഒന്ന് ഓർത്തു നോക്കിക്കേ. എന്റെ കൂട്ടുസഹോദരനെ ഞാൻ ശ്രേഷ്ഠനെന്നെണ്ണുന്നു, അദ്ദേഹം എന്നെയും ശ്രേഷ്ഠനെന്നെണ്ണുന്നു. എത്രയോ അനുഗ്രഹിക്കപ്പെട്ട ഒരു കാര്യമാണ്. Brothers and sisters, how blessed it will be if we can consider one another, if we consider the other person better than themselves and they consider us better than themselves. കർത്താവായ യേശുക്രിസ്തു തന്നെ അതിനൊരു ഉദാഹരണം പറയുന്നുണ്ട്. മത്തായി എഴുതിയ സുവിശേഷം 18-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിൽ. Jesus himself gives an example in Matthew chapter 18 verse 4. കർത്താവിന്റെ അടുക്കൽ ശിഷ്യന്മാർ വന്നിട്ട് ചോദിക്കുകയാണ്. The disciples approach Jesus and ask him a question. സ്വർഗ്ഗരാജ്യത്തിൽ ഏറ്റവും വലിയവൻ ആർ എന്ന്. Who is the greatest in the kingdom of heaven? കർത്താവ് തിരിഞ്ഞ് ഒരു ശിശുവിനെ അരികെ വിളിച്ചിട്ട് പറയുകയാണ്, ഈ ശിശുവിനെ പോലെ തന്നെത്താൻ താഴ്ത്തുന്നവൻ സ്വർഗ്ഗരാജ്യത്തിൽ ഏറ്റവും വലിയവനാകും. Jesus puts his hand around a little child and says, anyone who receives such a child in my name, such a person is a great person. പ്രിയമുള്ളവരെ, ഞാൻ ഇങ്ങനെ ഓർമ്മിപ്പിക്കട്ടെ, നാം അന്യോന്യം കീഴ്പ്പെട്ട് തർക്കത്തിലോ സംവാദത്തിലോ ശാഠ്യത്തിലോ ദുരഭിമാനത്തിലോ അല്ല, അന്യോന്യം നാം നമ്മെ തന്നെ കീഴ്പ്പെട്ടിരുന്നാൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ സമയം വൃഥാവാക്കി കളയാതെ നമുക്ക് പ്രയോജനപ്പെടുത്തുവാനായിട്ട് കഴിയും. Brothers and sisters, if we don't focus on strife and vainglory, but we focus on considering the other person better than ourselves, then how precious will we be able to redeem the time? 4 കാര്യങ്ങളാണ് ഞാൻ ഓർമ്മിപ്പിച്ചത്. I reminded 4 important points. ഒന്ന്, എങ്ങനെ സമയം തക്കത്തിൽ ഉപയോഗിക്കാം. First, how can we redeem the time? ഒന്ന്, ജ്ഞാനത്തോടെ നടക്കണം. First, walk wisely. 2, ദൈവേഷ്ടം അറിഞ്ഞ് ജീവിക്കണം. Second, to walk according to the will of God. 3, എല്ലാത്തിനും സ്തോത്രം ചെയ്യുന്നവരായിരിക്കും. Third, giving thanks in all situations. 4, അന്യോന്യം കീഴ്പ്പെട്ടിരിക്കണം. 4, to submit to one another in the Lord. പ്രിയമുള്ളവരെ, നമുക്ക് അന്യോന്യം കീഴ്പ്പെട്ട് ദൈവഹിതം തിരിച്ചറിഞ്ഞ് ദൈവേഷ്ടം ചെയ്ത് എല്ലാത്തിനും സ്തോത്രം ചെയ്ത് വളരെ ജ്ഞാനത്തോടെ ഈ ലോകത്തിൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊണ്ട് മുന്നോട്ട് ജീവിക്കാം. Brothers and sisters, I urge you that we would submit to one another. We would give thanks in all situations. We would seek the will of the Lord and walk wisely in his way and redeem it. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ദുഷ്കാലത്തിൽ നാം എല്ലാവരും കർത്തൃസന്നിധിയിൽ അനുഗ്രഹിക്കപ്പെടും എന്നുള്ളതിന് ഒരു സംശയവുമില്ല. If we do this, then definitely in this difficult times, we would definitely honor our God
and serve Him. ആയതിനാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊണ്ട് ജീവിക്കുവാൻ സ്വർഗത്തിലെ ദൈവം, സർവകൃപാലുവായ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. Hence, it is my earnest, humble request that all of us redeem the time wisely and live for Him. ഇപ്രകാരത്തിൽ സമയം അനുവദിച്ചു തന്ന സഭയ്ക്കുള്ള നന്ദി ഞങ്ങൾ കുടുംബമായിട്ട് പറഞ്ഞുകൊണ്ട് നമുക്ക് സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊണ്ട് ജീവിക്കുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. ദൈവനാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ. As a family, we want to share our gratitude for this opportunity to share from God's word, and may the Lord enable us to redeem the time and to live for His glory. May His name be glorified.